എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ അർജുൻ്റെ ഫാമിലിയെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കുറച്ച് കമൻസൊക്കെ കാണുന്നുണ്ടാവും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതും എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണിത്. അർജുൻ്റെ അപകടത്തിൻ്റെ ആ സമയം മുതൽ അർജുനെ കിട്ടുന്നത് വരെയുള്ള ഒരുപാട് വീഡിയോസ് ഒരുപാട് യൂട്യൂബ് ചാനലുകളിടുകയും ഒരുപാട് റീച്ച് ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനും ഒരു യൂട്യൂബറാണ്. പക്ഷേ അർജുൻ്റെ ഒരു വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കണമെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അർജുനെ നമ്മുടെ ഫാമിലിയിൽ ഒരാളെപ്പോലെ കണ്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരിൽ ഒരാളാണ് ഞാനും. അതുകൊണ്ട് തന്നെ അർജുനുണ്ടായ അപകടം എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു റീച്ച് ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അർജുനെക്കുറിച്ച് ഒറ്റ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അതൊരു ഷോർട്സ് ആയിട്ടാണ്. കാര്യം അതിനും ഒരു കാരണമുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി, ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സമയത്ത് അർജുൻ്റെ വീഡിയോസും അർജുൻ്റെ അപ്ഡേറ്റ്സൊക്കെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. ആ സമയത്ത് എന്നെ മറന്നോ എന്നൊരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തലിനെ മാത്രമായത്. അതിനകത്ത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒരിക്കലും മറക്കത്തില്ല എന്നുള്ള രീതി കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് അത്യാവശ്യം റീച്ച്, എനിക്ക് അതിന് മുന്നേ ഉള്ള വീഡിയോസിനും അതെനിക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് റീച്ച് എന്ന് പറയാനുമില്ല. എനിക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള വീഡിയോയുടെ കണക്കിന് റീച്ച് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഞാൻ അർജുനെ കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. പക്ഷേ അർജുൻ്റെ ഫാമിലി ഇപ്പം ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടത്തി. കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. മനാഫ് ചാനൽ തുടങ്ങിയതും ഞങ്ങൾക്ക് പൈസ തന്നിട്ടും അതും 2000 രൂപ തന്നിട്ട് അത് വീഡിയോസാക്കി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തു. അവർ പൈസ തന്ന സമയത്ത് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. അവർ ക്യാഷ് തന്ന സമയത്ത് നിങ്ങൾക്കത് ആവശ്യമുണ്ടായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് വേണ്ട എന്ന് പറയാമായിരുന്നു. നിങ്ങളുടെ ഒരു സഹായം, നിങ്ങളുടെ പ്രാർത്ഥന അത് മാത്രം മതി, കാശ് തന്നുള്ള സഹായം വേണ്ട നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ അന്നേരം പറഞ്ഞത് എന്താണ്, മീഡിയാസ് ഉണ്ടായതുകൊണ്ട് അവർ വന്നതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത്. പക്ഷേ ഇന്ന് ഈ പ്രസ് മീറ്റിൽ അവരെക്കുറിച്ച് അത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ലേ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. പക്ഷെ നിങ്ങളത് കൊണ്ടുവന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് തുക എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആ സമയത്ത് നിങ്ങൾക്ക് പറയാമായിരുന്നു, നിങ്ങളുടെ സ്നേഹം മതി, നിങ്ങൾക്ക് പൈസ വേണ്ട, അർജുനെ കിട്ടിയല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമായിരുന്നു. നിങ്ങളത് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, മനാഫ് ചാനൽ തുടങ്ങി, മനാഫ് വീഡിയോസ് ഇട്ടു, അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാനാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എത്ര യൂട്യൂബേഴ്സിനോട് നിങ്ങൾക്ക് പറയാൻ കഴിയും? അർജുൻ്റെ വീഡിയോസ് ഇട്ട് റീച്ച് ആയതും റവന്യൂ ഉണ്ടാക്കി ഒരുപാട് ചാനൽസ് ഉണ്ട്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇനിയും കാണും. ഒരുപാട് വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അവരോടെല്ലാം നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ? പിന്നെ മനാഫിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് അത് അയാൾക്ക് മാത്രമേ അറിയൂ. അയാളെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ അയാളെ നിങ്ങൾ പറഞ്ഞതിൽ പിന്നെ നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കമൻസ് സത്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ള അർജുനെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്നു. കാരണം അത്രയും മോശമായിട്ട് അർജുൻ്റെ ഫാമിലി നന്ദിയില്ലാത്തവരാണ്, നന്ദികെട്ട വർഗ്ഗങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻസാണ് വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് റിക്വസ്റ്റ് വീഡിയോ ആണ്. അതായത് അർജുൻ്റെ ഫാമിലിയോട്ടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണിത്. നിങ്ങളിത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമെന്നോ എനിക്കറിയില്ല. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാനും തോന്നിയില്ല. നിങ്ങൾക്ക് മനാഫ് പണം പിരിച്ചു എന്നൊക്കെയുള്ളൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ അധികാരപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് പരാതി പറയാമായിരുന്നു. അല്ലാതെ സഹോദരിയും അതുപോലെ സഹോദരനും വൈഫൊക്കെ എന്ന് പറയുമ്പോൾ അർജുനെ നഷ്ടപ്പെട്ടിട്ട് 10-80 ദിവസത്തോളം ആയെങ്കിൽ പോലും അർജുൻ്റെ ശരീരം നമുക്ക് കിട്ടിയിട്ടും അത് ദഹിപ്പിച്ചിട്ടും വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഇത്രയും പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തുക എന്ന് പറഞ്ഞാലും അത് വളരെ മോശമായിട്ടാണ് നമ്മളെപ്പോലുള്ളവർക്ക് തോന്നില്ല. എന്നാൽ ചോദിക്കും, ഹസ്ബൻഡൊക്കെ വിട്ടുപോയവർ പുറത്തിറങ്ങരുത്, ഉള്ളിലിരിക്കണം. അങ്ങനെയല്ല. നമ്മളുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ, നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ വിട്ടിട്ട് പോയിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, എന്താണ് പറയേണ്ടത്, എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് തോന്നുമല്ലോ. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ഒരു അർജുൻ്റെ അളിയൻ എന്നുള്ള നിലയിൽ പുള്ളിക്കാരൻ ഔട്ട്സൈഡറാണ്, വന്ന് കയറിയ ഒരാളാണ്. അപ്പോൾ അർജുനോടുള്ള അത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഒരുപക്ഷെ അവർ വന്നതിന് ശേഷം സ്നേഹമായിരിക്കാം. എങ്കിൽ പോലും ഒരു ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പം അത് വേറെ ഒന്നിനോളം വരില്ല. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരനോ അല്ലിപ്പോട്ടെ, സഹോദരൻ ഒരാണാണ്, അവർക്ക് എന്തും സഹിക്കാനും ഒക്കെയുള്ളൊരു കഴിവ് ദൈവം പ്രത്യേകിച്ച് സ്ത്രീകളെക്കാൾ കൂടുതൽ അവർക്കാണ്.
അതുകൊണ്ട് അനിയൻ വന്ന് സംസാരിച്ചതിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരു സഹോദരി എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഇത്രയും വലിയ പ്രസ് മീറ്റിൽ വന്നിരുന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനോട് ഒരാളും യോജിക്കുന്നില്ല. അതുമല്ല, അളിയൻ പറയാൻ മറന്ന പല കാര്യങ്ങളും ഭാര്യ, അതായത് അർജുൻ്റെ ഭാര്യയാണ് അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പലതരത്തിലുള്ള ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും അത് വല്ലാത്തൊരു വിഷമമായി. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അർജുനെ കിട്ടിക്കഴിയുമ്പോൾ അത്രയും സങ്കടത്തിലിരിക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. പക്ഷേ അതൊന്നും നിങ്ങൾ വൈകാരികത മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ഒരുപാട് തവണ അർജുൻ്റെ അളിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്ത് പോലും ഒരു ശബ്ദമിടറുകയോ ഒരു സങ്കടത്തിൻ്റെ ഒരു കണ്ണുനീര് വരികയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള 5-6 പേര്, അല്ല നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു 10-200 പേര് മാത്രമേ ഇതൊക്കെ അറിയൂ. അതേസമയം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു മീഡിയയിലെ പ്രസ് മീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതിനായിരിക്കും തിരിച്ച് റിപ്ലൈ കിട്ടുന്നത്. അതിന് ഞങ്ങളെ അത് പറഞ്ഞു, ഞങ്ങൾ സൈബർ ബുള്ളിങ് നടത്തുന്നു, സൈബർ അറ്റാക്ക് നടത്തുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അർജുൻ്റെ ഫാമിലി തന്നെയാണ്. ഇതിനകത്ത് ഒരു കാര്യം എല്ലാവരും ഓർക്കണം, അർജുൻ നമ്മളെ വിട്ടുപോയി. ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞിരിക്കും. അർജുൻ ഉറങ്ങുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് നമ്മളുടെ അറിവ്. അഥവാ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് അർജുൻ ഉണർന്നെങ്കിൽ പോലും അതെന്താണ് എന്ന് മനസ്സിലാക്കും മുന്നേ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് തനിക്കിത് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ആയിരിക്കാം അർജുൻ എല്ലാം നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ ഈ പ്രസ് മീറ്റിൽ വന്ന് ഈ കുടുംബാംഗങ്ങൾക്ക് ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം പിന്നെ ആൾക്കാർ അത് പറയുന്നു, മീഡിയസ് ഇങ്ങനെ പറയുന്നു, അത് പറയേണ്ട ഒരു കാര്യമില്ല. വെറും 11,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുണ്ടായിരുന്ന മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 2.5 ലക്ഷം കടന്നിരിക്കുകയാണ്. അതിന് ഒരു തരത്തിലുള്ള മനാഫ് ഒരു കാര്യങ്ങളും ചെയ്യാതെ തന്നെ അത്രയും മീഡിയ പബ്ലിസിറ്റി കൊടുത്തത് അർജുൻ്റെ ഫാമിലി തന്നെയാണ്. അർജുൻ്റെ ഫാമിലി പ്രസ് മീറ്റിലൂടെ പറഞ്ഞപ്പോഴാണ് പലരും ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പോലും അറിഞ്ഞത്. ഒരു പക്ഷേ ഈ ചാനലുകൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഫേക്കായിട്ട് തുടങ്ങിയതായിരിക്കാം എന്ന് കരുതി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വ്യൂ ചെയ്യാതെ പോയ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ അവർക്കെല്ലാം ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തതും അർജുൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നതും അർജുന് വേണ്ടി പ്രാർത്ഥിക്കുക, അർജുൻ്റെ കുഞ്ഞിനെ സേഫാക്കുക, അതിൻ്റെ ഭാവിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് മാത്രമാണ് അർജുൻ്റെ ഫാമിലി എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. 10 ദിവസം കഴിയുമ്പോഴേക്കും മറ്റൊരു ന്യൂസ് വരുമ്പോഴേക്കും ഈ മീഡിയയും ഈ യൂട്യൂബേഴ്സും എല്ലാം അതിൻ്റെ പിറക്കെ പോകും. ഒരിക്കലും അർജുൻ്റെ ഫാമിലിയുടെ കൂടെ ജീവിതകാലം മുഴുവനും ഒരു മീഡിയാസും കാണില്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നതിൻ്റെ പേരുദോഷവും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫ് ലോങ് എന്നും ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കി ഈ മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.